ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. SSLC ക്ലാസ്സിൽ നിങ്ങൾക്ക് നമ്മുടെ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ് റൂം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റായിട്ട് അതിൽ നമ്പർ ഓഫ് ലെസൺസ് 16 നിങ്ങൾക്ക് കാണും. ഈ 16 ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ള ചാപ്റ്ററുകളൊക്കെ നമ്മൾ TMA അസൈൻമെന്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കാണുന്ന 1, 3, 5, 8, 6, 9, 12, 13, 14, 16, 19, 22, 23, 24, 26, 27 ഇങ്ങനെ 16 ചാപ്റ്ററുകളാണ് വരുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ടെക്സ്റ്റ് ഗൈഡ് ബുക്ക് കിട്ടാത്ത ആളുകളാണെങ്കിൽ അതിന്റെ നോട്ടുകൾ താഴെ നിങ്ങൾ കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ഒന്ന് 1-2 തവണ വായിച്ച് നിങ്ങൾക്ക് കഥ, കവിത, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനു മുമ്പ് നിങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം ഇംഗ്ലീഷിൽ. കാരണം ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല മറ്റു ക്വസ്റ്റ്യൻസുകളൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളതും, അതുപോലെ തന്നെ ടെൻസ്, ഗ്രാമർ, ഇംഗ്ലീഷിന്റെ പ്രധാനപ്പെട്ട ബേസ് ആകുന്ന ഗ്രാമറിന്റെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഈ ബേസിക് ഇംഗ്ലീഷിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ചാപ്റ്റേഴ്സുകൾ 16 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ബേസിക് ഇംഗ്ലീഷിന്റെ കാര്യങ്ങളാണ്. കാരണം ഈ ബേസിക് ഇംഗ്ലീഷിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ എക്സാമിന് ചാപ്റ്റേഴ്സിൽ നിന്ന്, പാഠത്തിൽ നിന്ന് എക്സാമിന് വരാത്ത കാര്യങ്ങളാണ്. എക്സാമിന് ചാപ്റ്ററിന്റെ പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങളാണ്. പാഠങ്ങളിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എക്സാമിന് വരും. ആ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബേസിക് ഇംഗ്ലീഷ് നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. കാരണം പാഠങ്ങളിൽ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിലും ഗൈഡ് ബുക്കിലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്ത് കുറെ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. അതിൽപ്പെട്ടതാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ എന്ന് നമ്മൾ പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കണം. കാരണം ഈ വീഡിയോയില് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരിക, അതുപോലെ ആൻസറുകൾ നിങ്ങൾ എങ്ങനെ എഴുതണം, എത്ര മാർക്കിന് എങ്ങനെ എഴുതണം എന്നുള്ളതും, ക്വസ്റ്റ്യൻസിന്റെ പല ടൈപ്പുകള്, ലെറ്റർ എഴുതുക, അങ്ങനെ തുടങ്ങിയിട്ട് ഇംഗ്ലീഷ് പാഠത്തിന്റെ പുറത്ത്, ചാപ്റ്റേഴ്സിന്റെ പുറത്തുകളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 3 വീഡിയോ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അതുപോലെ അതിന്റെ തൊട്ട് മുകളിൽ ഒരു 3-4 ക്ലാസ്സും വോയിസ് ക്ലാസ്സും അതുപോലെ ടെക്സ്റ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ശരി ഉത്തരം തോന്നുന്ന ഉത്തരം ഏതാണോ അതാണ് നിങ്ങൾ ടെസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്. പിന്നെ നിങ്ങളെ തീരുമാനം അനുസരിച്ച് ഇങ്ങനെ തൊട്ട് താഴെയുള്ളത് ആൻസർ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് അതനുസരിച്ച് ഇങ്ങനെ എഴുതി പോകാം. ഒരു മാർക്ക് ഒരു സാധാരണ ഒരു പുറം, ഒരു A4ന്റെ ഒരു പുറം, ഒരു പേജ് എന്ന് പറയും. ആ ഒരു പുറം അതല്ലെങ്കിൽ ആ ഒരു പേജ് ടോട്ടലായിട്ട് ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുന്നത്. അതായത് 5 മാർക്കിൽ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പേജ് ടോട്ടലായിട്ട് എഴുതണം, ഒരു പുറം മുഴുവൻ എഴുതണം 5 മാർക്കിന്. അപ്പൊ 2.5 മാർക്കാണെങ്കിൽ ഏകദേശം ഇത് പുറത്തിന്റെ പകുതി വരെ, അതായത് ഒരു പേജിന്റെ പകുതി വരെ നിങ്ങൾ എഴുതണം. സാധാരണ അങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഒരു 10 മാർക്കിനുള്ളതാണെങ്കിൽ 2 പേജ്, 2 പുറം നിങ്ങൾ നിർബന്ധമായിട്ടും ആൻസർ എഴുതണം. അത് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്രത്തോളം എഴുതി പിടിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആൻസറിൽ എഴുതണം, ആൻസർ ഷീറ്റിൽ എഴുതണം. എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്കുകൾ കൂടുന്നതാണ്. എഴുതുന്നതിനനുസരിച്ച് മാർക്കുകൾ കിട്ടും. അപ്പൊ അതാണ് ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ പ്രധാനം. അപ്പൊ എങ്ങനെ എഴുതുക എന്നുള്ളത് അതാണ് നമുക്ക് ഈ വീഡിയോ തൊട്ടതായുള്ള വീഡിയോസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഈ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ബേസിക് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ഈ 16 പാഠങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ അതുപോലെ പ്രധാനപ്പെട്ട നോട്ട്സുകളൊക്കെ ഒന്ന് റീഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. മോഡൽ എക്സാം എഴുതാത്ത ആളുകൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മോഡൽ എക്സാം നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതണം. കാരണം എക്സാം എങ്ങനെ എഴുതാന്നുള്ളതും നമ്മൾ കൃത്യമാവുന്ന 3 മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് എഴുതി കംപ്ലീറ്റ് ആക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ എത്രത്തോളം എഴുതി നമുക്ക് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറുകളും എഴുതി പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മോഡൽ എക്സാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതിൽ ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മോഡൽ എക്സാം നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്.
ഏറെക്കുറെ ആളുകൾക്ക് അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർബന്ധമായിട്ട് എക്സാമിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ ഈ ചാപ്റ്റേഴ്സുകളൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ 19 ചാപ്റ്ററുകളാണ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫസ്റ്റ് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. അത് കമ്പൽസറി ആണ്, കാരണം പ്രാക്ടിക്കൽ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്താലുള്ളൂ തിയറി എക്സാമിൽ നിങ്ങൾ രണ്ടും കൂടെ മാർക്ക് റിസൾട്ടിൽ വരുന്നത് കൊണ്ട് പാസ്സാവണമെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ക്ലാസ് കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്ത് ക്ലിയർ വരുത്തുക. ഇതില് ഓരോ വ്യത്യസ്ത കളറുണ്ട്. ഫസ്റ്റ് ഒരു ബ്ലൂ കളറിൽ ലെസൺ 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ കളിയില് ലെസൺ 5, 6, 7, 8 കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ 10, 11 വേറെ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ കളർ മാറ്റി കള്ളികൾ മാറ്റി മാറ്റി കൊടുക്കുന്നത് ഓരോ മൊഡ്യൂളിനെ മനസ്സിലാക്കാനാണ്. ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളില് ഒരു ചാപ്റ്റർ, രണ്ടാമത്തെ മൊഡ്യൂളിൽ 5, 6, 7, 8 ഇങ്ങനെ 4 ചാപ്റ്റർ, മൂന്നാമത്തെ മൊഡ്യൂളിൽ 10, 11 2 ചാപ്റ്റർ, നാലാമത്തതില് 4 ചാപ്റ്റർ, അഞ്ചാമത്തതില് 4 ചാപ്റ്റർ, അതിന് തൊട്ട് താഴെ 2 ചാപ്റ്റർ, തൊട്ട് താഴെ 2 ചാപ്റ്റർ. ഇങ്ങനെ ഓരോ മൊഡ്യൂളിലും എത്ര ചാപ്റ്ററുകൾ ഉണ്ട് എന്നുള്ളത് ഓരോ കള്ളിയാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. കാരണം അത് മനസ്സിലാക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഈ ഒരു വീഡിയോയില് ഓരോ മൊഡ്യൂളിലും എത്ര മാർക്കാണ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ മൊഡ്യൂളിലും ഉള്ള ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതോടുകൂടെ തന്നെ ഒരു 50 മാർക്കിനുള്ള മൊഡ്യൂളുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിന്റെ ചാപ്റ്റേഴ്സുകൾ ഏറ്റവും കൂടുതൽ മാർക്കുകളുള്ള മൊഡ്യൂള് സെലക്ട് ചെയ്യുക. അതില് ഏറ്റവും കുറഞ്ഞ ചാപ്റ്റേഴ്സുകളുള്ള കൂടുതൽ മാർക്ക് വരുന്ന മൊഡ്യൂള്. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ഇപ്പൊ ഈ തൊട്ട് താഴെ വീഡിയോ കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. 5-ല് ടോട്ടലി 19, 20, 21, 22, 23, 24, 25 3, 4, 5, 6, 7 ചാപ്റ്റർ ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ അഞ്ചാമത്തെ മൊഡ്യൂളില് 1, 2, 3, 4 അഞ്ചാമത്തെ മൊഡ്യൂൾ ഇതാണ്. ലെസൺ 22, 23, 24, 25 4 ചാപ്റ്റർ മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഈ തൊട്ട് താഴെ ചെയ്ത വീഡിയോയിൽ എല്ലാ ചാപ്റ്ററുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ചിലർ അസൈൻമെന്റിന് മാറ്റിയിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ നമുക്ക് അഞ്ചാമത്തെ മൊഡ്യൂളിൽ 22, 23, 24, 25 ഇങ്ങനെ 4 ചാപ്റ്റേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് 15 മാർക്ക് കിട്ടും. ആറാമത്തെ മൊഡ്യൂളിന് 10 മാർക്കാണ്. അപ്പൊ ആറാമത്തെ മൊഡ്യൂൾ നമുക്ക് സിമ്പിൾ ആണ്. കാരണം എന്താണ്, ആറാമത്തെ മൊഡ്യൂളിൽ ആകെ 2 ചാപ്റ്ററേ ഉള്ളൂ, 27ഉം 28ഉം മാത്രമേ ഉള്ളൂ. ആ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ എത്ര മാർക്ക് നമുക്ക് കിട്ടും? 10 മാർക്ക് കിട്ടും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ മൊഡ്യൂളിനും എത്ര മാർക്കാണെന്ന് നോക്കുക. എന്നിട്ട് കുറഞ്ഞ ചാപ്റ്ററിലുള്ള മൊഡ്യൂളും കൂടുതൽ മാർക്കുകളും വന്ന മൊഡ്യൂൾ ഏതാണ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസുകളായിട്ട് കുറച്ച് താഴെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ് നമ്മൾ താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഓരോ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ചാപ്റ്റേഴ്സുകളും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഗൈഡ് ബുക്സ് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സയൻസ് ഒക്കെ മനസ്സിലാവും. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോസ് കൂടെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സുകൾ മാത്രമേ ഇതിൽ വീഡിയോ ആക്കി കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് മലയാളം നമ്മൾ പറഞ്ഞു. മലയാളത്തിലും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഇതിൽ 17 ചാപ്റ്റേഴ്സ് ആണ്. അതിന്റെ പേരും നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ തന്നെ കവിതയ്ക്ക് ടോട്ടലായിട്ട് 39 മാർക്കിന് വരുന്നുണ്ട്. കഥക്ക് ടോട്ടലായിട്ട് 26 മാർക്കിനാണ് വരുന്നത്. ലേഖനത്തിന് 35 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ തരംതിരിച്ച് 100 മാർക്കാണ്. അപ്പൊ നമുക്ക് കവിത നോക്കി കഴിഞ്ഞാൽ 39 മാർക്കും കവിതയിലാണ്, ലേഖനത്തിന് 35 മാർക്കും ലേഖനത്തിനാണ് വരിക. കഥ ഉള്ളത് 26 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾ ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്യുക. കൂടുതൽ മാർക്കുകളുള്ള കുറഞ്ഞ ചാപ്റ്റേഴ്സുകളുള്ള മൊഡ്യൂള് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. സോഷ്യൽ സയൻസും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് അതിന്റെ ഒരു
എത്ര ചാപ്റ്റേഴ്സുകളാണ് പഠിക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഇതിൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 3, 4, 5, 6, 7, 8. അപ്പൊ അങ്ങനെ 3, 4, 5, 6 ചാപ്റ്ററുകൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ മൊഡ്യൂളിൽ 3 ചാപ്റ്റർ ആണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ 4 ചാപ്റ്റർ ആണ്. നാലാമത്തെ മൊഡ്യൂളിൽ 3 ചാപ്റ്റർ ആണ്. ഓരോ മൊഡ്യൂളിൽ ഇത്ര മാർക്കാ വരിക എന്നുള്ള തൊട്ട് താഴെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അതിന്റെ തൊട്ട് താഴെ അതിന്റെ MP3 ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്, അതിന്റെ നോട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ ചാപ്റ്റേഴ്സുകൾ സെലക്ട് ചെയ്യുക, പഠിക്കുക. ഒരു 50 മാർക്കിനില്ലെങ്കിൽ നിങ്ങൾ ഷുവറായിട്ട് പഠിച്ചു വെക്കണം. അറബിയിൽ ചാപ്റ്റേഴ്സുകൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. അറബിയുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ വർക്ക് ബുക്കും ഡൗൺലോഡ് ചെയ്യാം. ഈ ഇതിൽ കൊടുത്ത ചാപ്റ്റേഴ്സുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വർക്ക് ബുക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ വർക്ക് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ, അതിന്റെ ആൻസറുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്നാൽ തന്നെ നല്ല മാർക്കോട് കൂടെ തന്നെ നിങ്ങൾക്ക് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് മാത്സ് ആണ്, കണക്ക്. ഇതിൽ 16 ചാപ്റ്ററുകളാണ് ടോട്ടലി വന്നിട്ടുള്ളത്, പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതില് ഫസ്റ്റ് മൊഡ്യൂളിൽ 4, 5, 6, 7, രണ്ടാമത്തേല് ഫസ്റ്റ് മൊഡ്യൂളിൽ 4 ചാപ്റ്റർ, രണ്ടാമത്തേതിൽ 2 ചാപ്റ്റർ, മൂന്നാമത്തേതിൽ 3, 4 ചാപ്റ്റർ, നാലാമത്തേതിൽ 2 ചാപ്റ്റർ, അഞ്ചാമത്തേതിൽ 2 ചാപ്റ്റർ, ആറാമത്തേതിൽ 2 ചാപ്റ്റർ. ഓക്കെ, 2 ചാപ്റ്ററുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഓരോ മൊഡ്യൂളിലും എത്ര മാർക്കാണ് എന്നുള്ളത് അതിന്റെ തൊട്ട് താഴെയുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നിരുന്നാലും ഏകദേശം ചാപ്റ്റേഴ്സുകളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിന്റെ വീഡിയോസുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ചില ആളുകൾക്ക് ത്രികോണവുമായി ബന്ധപ്പെട്ടായിരിക്കും നല്ല സിമ്പിൾ ആയിട്ടും അതുപോലെ പഠിക്കാൻ താല്പര്യവുമായിട്ടൊക്കെ ഉള്ളത്. അപ്പൊ അവർ അത്തരം ചാപ്റ്റേഴ്സുകളൊക്കെ സെലക്ട് ചെയ്താണ് പഠിക്കാം. അതുപോലെ ചില ആളുകൾക്ക് ഇക്വേഷൻസ് പഠിക്കാനായിരിക്കും, സമവാക്യങ്ങൾ, സൂത്രവാക്യങ്ങൾക്ക് പഠിക്കാനായിരിക്കും താല്പര്യം. അപ്പൊ അവരെന്ത് ചെയ്യുക, അത്തരം ചാപ്റ്റേഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുക. അതിന്റെ തൊട്ട് താഴെ അങ്ങനെ ഓരോന്ന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആരാണോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസുകൾ ഉള്ളത്, ക്ലാസ്സുകൾ ഉള്ളത്, അതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ് ഡയറക്റ്റ് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ, സാധാരണ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഏജായ ആളുകൾ, വയസ്സായ ആളുകൾക്ക്, അതുപോലെ പ്രായം കൂടുതലായ ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ട് ആരാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അവർക്ക് മാത്രം എടുത്താണ് നമ്മുടെ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ചില ചാപ്റ്റേഴ്സുകൾ ഇപ്പൊ ഈ മാത്സ് 8ാമത്തെ ചാപ്റ്റർ, അതൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് നമ്മളെ വീഡിയോസ് തന്നെ ചെയ്തതാണ്. കാരണം ചില വീഡിയോസുകളിൽ നമുക്ക് മനസ്സിലാവാത്തത് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ചാപ്റ്റർ 20 അതാണ് സിമ്പിളായിട്ട് ഉള്ളത്. അപ്പൊ നിങ്ങൾ അതുപോലെ 24 ഒക്കെ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്ത 25ഉം 26 ഒക്കെ ഡയറക്റ്റ് ചെയ്ത ചാപ്റ്റേഴ്സുകളാണ്. അപ്പൊ ഇതിലുള്ള വീഡിയോസിലുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ നിങ്ങൾ സിമ്പിളായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ മാർക്കും അതിന്റെ മൊഡ്യൂളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ കൃത്യമായിട്ട് നോക്കിയാൽ ഒരിക്കലും മനസ്സിലാവില്ല. കാരണം മാത്സ് ആവുന്നത് കൊണ്ട്, കണക്കാവുന്നത് കൊണ്ട് അത് പറയുന്ന അതുപോലെ വീഡിയോ ഇടുക, എന്നിട്ട് ഇടയ്ക്ക് പാസ്സാക്കുക, നിർത്തുക, എന്നിട്ട് അത് എഴുതിയെടുക്കുക, അങ്ങനെ അതിന്റെ വേറൊരു ഉദാഹരണം ചെയ്യുക. അങ്ങനെ കണക്കാവുന്നത് കൊണ്ട് തന്നെ ചെയ്ത് നമ്മൾ പഠിച്ചാലേ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇനി എക്സാമിനുള്ള ഒരു ടിപ്പ് നിങ്ങൾ പറഞ്ഞുതരാം. എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ അറിയും എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് എഴുതി ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ആൻസറൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ സാധാരണ പാസ്സാവാനുള്ള മാർക്ക് കിട്ടാറുണ്ട്. എന്ന് വിചാരിച്ച് നിങ്ങൾ ചാപ്റ്റേഴ്സുകളൊന്നും നോക്കാതെ പോകരുത്. ചിലപ്പോൾ നോക്കുന്ന ആളുടെ ഭാഗ്യം അനുസരിച്ച് ചില ആളുകൾ ചിലപ്പോൾ കൃത്യമായിട്ട് ആൻസർ ശരിയുള്ളതിന് മാത്രമേ ശരിയിട്ട് പോവുള്ളൂ. ചില ആളുകൾ എഴുതിയിട്ടുണ്ടോന്ന് മാത്രമേ നോക്കുള്ളൂ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ച് വരും. എന്നിരുന്നാലും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗത്തുള്ള ക്ലിയർ ആക്കി വെക്കുക. എല്ലാ കാര്യങ്ങളും, എല്ലാ ചാപ്റ്റേഴ്സുകളും കൂടുതൽ മാർക്കുകൾ 50 മാർക്കുകളിലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, എന്നാലേ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ പാസ് ആവുള്ളൂ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ നോക്കുക. അപ്പം മാത്സ്, സോഷ്യൽ സയൻസ്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി,
അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ്, മെയിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ്. ഈ 5 സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. അതിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ.